അങ്ങോട്ടേ കയറാൻ. വെനീസിൽ വെള്ളത്തിൽ കൂടെയുള്ള യാത്രയാണ്. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വെള്ളത്തിലിരിക്കും. അതെ, വെനീസിൻ്റെ സൗന്ദര്യം വെള്ളത്തിൽ കൂടെ നടന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം മൊത്തം ചുറ്റിലും വെള്ളമാണ്. പോലീസുകാരുടെയാണ്, പോലീസിയ, അത് പോലീസ് സ്റ്റേഷനാണ്. ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ ഇവർ ഇറക്കി പോവാണ്. വെനീസ് നമ്മൾ ഏകദേശം എത്താനായെന്ന് തോന്നുന്നു. 45 മിനിറ്റ്സ് ഉണ്ട്. അവിടെ ഒരു ചർച്ച് കാണാനുണ്ട്, സെൻറ്റ് മാർക്ക് ചർച്ച്. അത് കണ്ടിട്ട് നമ്മൾ അതൊക്കെ ചർച്ചുകളാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ ഒന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് അറിഞ്ഞുകൂടാ, കാരണം ആരും അറിയുന്നവരൊന്നുമില്ല. നമ്മളൊരു ഉദ്ദേശം വെച്ച് പോരുവാണ്. അപ്പോൾ ആദ്വാ അന്തോൻസിമിനാറിൻ്റെ അടുത്ത് നിന്ന് ഇത് പിന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര അതാണ് സെൻറ്റ് മാർക്ക്. ആ ദൂരെ കാണുന്നതാണ് സെൻറ്റ് മാർക്ക് ചർച്ച്. നമ്മൾ അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ബോട്ടിന് തിരിച്ചു വരും. അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എസിയമ്മ അകത്താണ്. എസിയമ്മ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നമ്മളെ ഏകദേശം പോകുന്നു. ചെറിയ മഴയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ കപ്പലുകളും ഒക്കെയുണ്ട്. ഇഷ്ടംപോലെ പോകും. ഭയങ്കര ഷേക്കിങ്. ചർച്ചല്ല, ഓഫീസ്. ഇതൊക്കെ ഓരോ താമസിക്കുന്ന സ്ഥലം. എന്താണ് കണ്ടില്ല, മാർക്ക് കണ്ടില്ലേലും ഇങ്ങനെ പോകുന്നു. ഫോണൊന്നും പോകാതിരുന്ന എൻ്റെ നമുക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഇതൊക്കെ എന്താണാവോ? KFCയുടെ ഒക്കെയാണ് കാണാൻ. അതൊക്കെ കണ്ടു. ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ പോകുന്ന വഴിക്ക് പല പള്ളികളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഓരോ സ്റ്റോപ്പൊക്കെ ഓരോ സെയിൻറ്റുമാരുടെ സ്റ്റോപ്പ് പോലെയാണ്. ഇപ്പോൾ സെയിൻറ്റ് ഗ്രിഗോറിയോ ജോർജിയോ എന്നൊക്കെയാണ്. പിങ്ക് വെനീസ് എടുക്കും. ഇതിൻ്റെ ഷിപ്പല്ല, ബോട്ടിൻ്റെ പേരാണ്. നമ്മൾ സെൻറ്റ് സക്കറിയയിലെത്തി. ഇതുണ്ട് സക്കറിയ. അതിൻ്റെ ചർച്ചുണ്ടെന്ന്. ഓരോ ചർച്ചിൻ്റെ കൂട്ടിയിട്ടാണത്
സെന്റ് സക്കറിയ ഇതൊരു ചർച്ചാണ്. അപ്പം നമ്മൾ സെൻറ്റ് മാർക്ക് സെൻറ്റ് സക്കറിയ ഒരുമിച്ചാണ്. അപ്പോൾ അവിടെ എത്തി ഇറങ്ങിയിട്ട് ബാക്കിയായി.